വയനാട് മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവ ആക്രമണമെന്ന സംശയം ഫാമിലെ ഒരു പന്നിയെ കൊന്നതെന്ന നിലയിൽ കണ്ടെത്തി. കരിക്കുളത്ത് ശ്രീനേഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാം. വനപാലകർ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു. ഇന്ന് രാത്രിയല്ല, കഴിഞ്ഞ രാത്രിയില്ലേ അന്ന് വന്ന് ഇവിടെ ഇരുന്നത്. ഈ ആന വരുന്ന എല്ലാ ദിവസങ്ങളിലും ഇത് അവസ്ഥ. ഇവിടെയാണ് ഓടികൾ മുടക്കിയിട്ട് നമുക്ക് നമ്മളെ പോലെയുള്ള വ്യക്തികൾ തന്നെയാ. കൂട് വെക്കാൻ ഇവിടുന്ന് പോകൂല. പിന്നെ ആര് പറഞ്ഞു എന്ന് പറഞ്ഞു ഒന്ന് ഫോണിൽ പറയണേ, ഫോണിലൊന്ന് പറയണേ. അല്ല ഇതിൽ അതെ അല്ലേ. വിവരങ്ങളുമായി ജിൻസ് ചേരുന്നു. ജിൻസ്, പ്രതിഷേധം സ്വാഭാവികമാണ്. അവിടെ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഇത് കടുവ തന്നെയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ മാസം 9-ന് ക്ഷീരകർഷകനായ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയ പ്രദേശത്തിന് അടുത്തുള്ള ഒരു ഫാമിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായത്. ഈ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ ഈ പ്രദേശത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം വനംവകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടുമില്ല. ഈ കരിക്കുളത്ത് ശ്രീജിത്തും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീനേഷും അവരുടെ രണ്ടുപേരുടെയും ഉടമസ്ഥതയിലുള്ള ഈ ഫാമിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഇതിൽ ഒരു പന്നിയെ കൂട്ടിൽ വെച്ച് കൊന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. 19 പന്നി കുഞ്ഞുങ്ങളെ കാണാതാവുകയും ചെയ്തു. പിന്നീട് തിരച്ചിൽ നടത്തിയപ്പോൾ ഈ കടുവയുടെ ഈ പന്നിയുടെ ജലം ഈ പരിസരത്ത് തോട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആളുകളെല്ലാം തന്നെ കടുത്ത പ്രതിഷേധത്തിലാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയുടെ ഒരു ശല്യവും ഉണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിൽ ഭീതി വിധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ പന്നിക്ക് തീറ്റയ്ക്കായി കരുതി വെച്ചിരുന്ന പ്ലാസ്റ്റിക് ബിന്നുകളടക്കം ഈ കാട്ടാന തകർത്തിരുന്നു. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. അശ്വതി, ജിൻസ്, അവിടെ കൂട് സ്ഥാപിക്കണമെന്നടക്കമുള്ള ആവശ്യം ഉയരുന്നുണ്ട്. എന്താണ് വനംവകുപ്പിന്റെ ഒരു നീക്കം? നിലവിൽ ഈ പ്രദേശത്ത് വനംവകുപ്പും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ ഈ കടുവയുടെ സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സ്ഥിരീകരിച്ച ശേഷം ഇവിടെ ഈ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുകയും അതിനുശേഷമായിരിക്കും കൂട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെക്കുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് വനംവകുപ്പ് ഈ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. അശ്വതി, ശരി, ജിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പന്നി ഫാമിലാണ് കടുവയുടെ ആക്രമണം എന്ന് സംശയിക്കുന്ന രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പന്നികളെ കൊന്ന് പന്നികളുടെ മൃതദേഹാവശിഷ്ടങ്ങളും അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ജിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. വനംവകുപ്പ് അവിടെ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. അട്ടപ്പാടിയിൽ ആടിനെ പുലി പിടിച്ചു. നരശിമുക്ക് കോട്ടമേടിൽ മഹാലിംഗന്റെ ആടിനെയാണ് പുലി പിടിച്ചത്. ഇന്നലെ രാത്രിയിൽ തൊഴുത്തിൽ കെട്ടിയിട്ട ആടിനെയാണ് പുലി പിടിച്ചത്.